ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം വരികയാണ്. അപ്പോഴും പത്മയടക്കം എല്ലാവരും നന്ദിനിയെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. നീ കാരണമാണ് ഇവിടെ എല്ലാവരും പട്ടിണി കിടക്കുന്നത് എന്ന് പറഞ്ഞ്. അപ്പോൾ ഉദയനും വന്ദനയും പറയുന്നുണ്ട് ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ നന്ദിനിയോട്. അങ്ങനെ നന്ദിനി ആപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ മൊബൈലിൽ കാണുന്നുണ്ട്. അപ്പോൾ ഏട്ടനോട് പറയുന്നുണ്ട് 2-3 തവണ ആപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുപോയി ഓരോരുത്തരായിട്ട് കഴിച്ചു, പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല. പക്ഷെ ഇത്തവണ അങ്ങനെ ആവില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ എനിക്കെന്തോ വിശ്വാസമാവുന്നില്ല. ആപ്പിളിൽ നീ വിഷം കുത്തിവെച്ചു എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒരുപാട് തവണ ഓരോരുത്തരായിട്ട് ആപ്പിൾ കഴിച്ചു, എന്നിട്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. അതുപോലെ ഈ ആപ്പിൾ കഴിച്ചാലും ഒന്നും സംഭവിക്കുന്നുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഗംഗ പറയണ ഇല്ല, ഇതിലെന്തായും അവരിൽ ആരെങ്കിലും മരിക്കാതിരിക്കില്ല. എന്തായാലും പത്മയെ കരയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പത്മക്ക് വെച്ച് കെണിയിൽ ഇപ്പോൾ ഉദയനാണ് വീഴാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അമേരിക്കക്കാരൻ ഉദയൻ ഇതോടുകൂടി ഇല്ലാതാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എനിക്കൊരു കുഴപ്പവുമില്ല. പത്മയുടെ കരച്ചിൽ എനിക്ക് കാണണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി ഓരോരുത്തരായിട്ട് ഞാൻ അങ്ങ് വീഴ്ത്തിക്കോളാം. പക്ഷേ ആദ്യം ഇപ്പോൾ ഉദയനാണ് ഇല്ലാതാവാൻ പോകുന്നത്. അതോടുകൂടി പത്മയുടെ നിലവിളിയും കേൾക്കാം എന്നൊക്കെ ഏട്ടനോട് പറഞ്ഞാണ് ഗംഗ സന്തോഷത്തിലിരിക്കുന്നത്. അങ്ങനെ നന്ദിനി ഉദയന് ആപ്പിൾ കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉദയനോടൊപ്പം പത്മയും ഹരിതയും വന്ദനയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ആപ്പിൾ അവിടെ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പത്മ ഉദയനോട് അത് എടുത്ത് കഴിക്കാൻ പറയാണ്. അപ്പോൾ വന്ദന പറയുന്നുണ്ട് ഹരിതയോട്, ഹരിത നീയും ഒന്നും കഴിച്ചില്ലല്ലോ, നിനക്കും വിശപ്പ് തീരെ സഹിക്കാൻ കഴിയാത്തതല്ലേ, നീയും എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോൾ ഹരിത പറയണേ എനിക്കൊന്നും വേണ്ട, ആ വേലക്കാരി കൊണ്ടുവന്ന ഒന്നും ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉദയൻ 2-3 കഷ്ണം ആപ്പിളുകൾ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ഉദയന് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും രഞ്ജിത്ത് അവിടേക്ക് വരികയാണ്. എന്നിട്ട് രഞ്ജിത്ത് പറയണ ഡാഡി ഞാൻ മീറ്റിങ്ങിലായിരുന്നു. എന്നിട്ട് രഞ്ജിത്ത് അവിടെ ഇരുന്ന് ആപ്പിൾ കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ഉദയൻ അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി ഡാഡി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് നന്ദിനിയും രാജുവേട്ടനൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉദയൻ്റെ ബോധമൊക്കെ പോവുകയാണ്, ഛർദ്ദിച്ച് വല്ലാതെ ആവുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന പത്മയ്ക്കും ഹരിതയ്ക്കും വന്ദനയ്ക്കും രഞ്ജിത്തിനൊക്കെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ഇതൊക്കെ മൊബൈലിൽ കാണുന്ന ഗംഗയും ഏട്ടനും പൊട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ ഇത്രയും ദിവസം ഇരുന്നിരുന്ന ഉദയൻ ഇപ്പോൾ മരിക്കാൻ വേണ്ടി പത്മയുടെ വീട്ടിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗംഗ പറയണേ അയാൾ ചെയ്ത ഒരേ ഒരു പാപം, ഉദയൻ ചെയ്ത ഒരേ ഒരു പാപം ആ പത്മയുടെ ഏട്ടനായി ജനിച്ചു എന്നുള്ളതാണ്. എന്തായാലും അയാൾക്ക് അല്പായുസോട് കൂടിയിട്ട് അയാൾക്ക് അങ്ങ് ഇല്ലാതായി എന്നൊക്കെ പറഞ്ഞാണ് അവർ സന്തോഷിക്കുന്നത്. അപ്പോഴത്തേക്കും ഉദയനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. യതീന്ദ്രൻ അടക്കം എല്ലാവരും പോവുകയാണ്. അങ്ങനെ സൂര്യയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ നന്ദിനി പറയണേ ഞാനുമുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്തിനാ നന്ദിനി, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കല്ലേ, എന്താണ് വിവരം വെച്ചാൽ നിന്നെ അറിയിച്ചോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, എനിക്കിവിടെ നിന്ന് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല, ഞാനും കൂടി സൂര്യ സാറിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് പറഞ്ഞ് നന്ദിനിയും സൂര്യയും മറ്റൊരു കാറിലും പോവാൻ കേട്ടോ. അപ്പോൾ വിജയനും രാജുവേട്ടനും ഇന്ദ്രജയും വേദയും മാത്രമാണ് വീട്ടിലുള്ളത്. അങ്ങനെ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ഉദയനെ. അവിടെ എത്തി പരിശോധന തുടങ്ങുകയാണ് ഡോക്ടർ. അങ്ങനെ പരിശോധിച്ച ശേഷം എന്താണ് കഴിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആപ്പിളാണ് കഴിച്ചത് എന്ന് പറയട്ടെ. അങ്ങനെ ഉദയൻ അവിടെ ചെന്നിട്ടും ഒരുപാട് അങ്ങ് ഛർദ്ദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പരിശോധിച്ച ശേഷം വിവരം പറയാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് പറയുകയാണ് കുറച്ച് സീരിയസ് ആണ്, ആപ്പിളിൽ വിഷമുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും ലാബിലേക്ക് സാമ്പിൾസ് അയച്ചിട്ടുണ്ട്, എന്നതിൻ്റെ ശേഷം റിസൾട്ട് വന്ന ശേഷമാണ് എന്താണ് കാരണം, എന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് പറയാൻ കഴിയൂ, എന്ത് കെമിക്കലാണ് ആപ്പിളിൽ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ അതിൻ്റെ ശേഷമാണ് പറയാൻ കഴിയൂ എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ പേടിയോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഡോക്ടർ വരികയാണ്. എങ്ങനെയുണ്ട് ഏട്ടനെ എന്ന് ചോദിക്കുകയാണ്. അതുവരെ പത്മ പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഏട്ടന് ഒരു കുഴപ്പവും വരല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പത്മ. എന്നിട്ട് ഡോക്ടർ വന്ന് പറയുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, വയറൊക്കെ കഴുകിയ ശേഷം ഇപ്പോൾ നോർമലായിട്ടുണ്ട്, ഇതിൽ എഴുതിയിട്ടുള്ള ഗുളിക പെട്ടെന്ന് വാങ്ങിച്ചു വരണം എന്ന് പറയണം. അങ്ങനെ സൂര്യയാണ് ആ ഗുളികയുടെ ലിസ്റ്റ് വാങ്ങുന്നത് കേട്ടോ. എന്നിട്ട് രഞ്ജിത്ത് ഞാൻ പോയി വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ സൂര്യ പറയണം അത് വേണ്ട, ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് സൂര്യ അവിടെ നിന്നും പോവാണ്. അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം ഡോക്ടർ പറയുകയാണ് ആപ്പിളിൽ എന്തോ ഒരു കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു വിഷമാണ് ചേർത്തിട്ടുള്ളത്, എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നറിയില്ല, പക്ഷേ അത് അകത്ത് ചെന്ന ശേഷമാണ് മരണം വരെ സംഭവിക്കാവുന്ന പോയിസൺ ആയിരുന്നു, ഭാഗ്യം കൊണ്ടാണ് ഉദയൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ പത്മയും യതീന്ദ്രനും ഹരിതയും വന്ദനയും രഞ്ജിത്തൊക്കെ ഞെട്ടിപ്പോവാട്ടെ, നന്ദിനിയൊക്കെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ ആപ്പിളിൽ നിന്നാണ് വിഷം സംഭവിച്ചിട്ടുള്ളത് എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് നന്ദിനി അക്കാര്യം ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം
യതീന്ദ്രനോട് പറയുകയാണ്, ഈ ആപ്പിൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആപ്പിളല്ല എന്ന് പറയുമ്പോൾ, എന്താ നന്ദിനി നീ പറയുന്നത്? അതെ, ഇത് ഗംഗ മേഡം വീട്ടിലേക്ക് കൊണ്ടുവന്ന ആപ്പിളാണ് എന്ന് പറഞ്ഞതോടെ യതീന്ദ്രൻ പറയണ, അത് ശരി, വെറുതെ അല്ല ഗംഗ വീട്ടിലേക്ക് ഫ്രൂട്ട്സുമായി വന്നത്. അവൾ അതിൽ വിഷം ചേർത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലെ എല്ലാവരും ഇതാക്കാൻ വേണ്ടി അവൾ പ്ലാൻ ചെയ്തു വന്നത് തന്നെയാണ് എന്ന് പറയട്ടോ. അങ്ങനെ ഗംഗയാണ് ഇതിൻ്റെ പിറകിലെന്ന് യതീന്ദ്രൻ അടക്കം മനസ്സിലാവുകയാണ്. അപ്പോഴത്തേക്കും ഹരിത പറയുകയാണ്, അല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. ഇവൾക്ക് എൻ്റെ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ട് ഇവൾ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എന്നോടുള്ള ദേഷ്യമാണ് എൻ്റെ അച്ഛനോട് നന്ദിനി തീർത്തതാണ്. ഇവളും ആ ഗംഗയും കൂടി പ്ലാൻ ചെയ്തിട്ടാവും ഒരുപക്ഷെ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതാണ് എന്നൊക്കെ പറയുമ്പോൾ നന്ദിനി തന്നെ അങ്ങ് ഞെട്ടിപ്പോട്ടെ. അപ്പോൾ യതീന്ദ്രൻ പറയണ, ഹരിത മോളെ, നീ എന്താ ഈ പറയുന്നത്? അങ്കിൾ എന്നോട് ഒന്നും തോന്നരുത്, എനിക്ക് ഉറപ്പാണ് ഇവൾ വേലക്കാരിയാണ്. ഇവൾ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. ഇവൾക്കിപ്പോൾ എന്താ, വീട്ടിലെ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കുക എന്നതായിരിക്കും ഇവളുടെ ലക്ഷ്യം. ഇതിനു വേണ്ടി ഇവൾ ഗംഗയുമായി കൂട്ടുകൂടിയതായിരിക്കും. ഇവൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് ഇവൾ എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതാണ്. ഇവൾ തന്നെയാണ് എൻ്റെ അച്ഛന് വിഷം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഹരിത നന്ദിനിയുടെ മേൽ കുറ്റം ഇടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയണേ, എന്താ മേഡം ഈ പറയുന്നത്? ഞാൻ എന്തിനാണ് ഉദയൻ സാറിനോട് ഇങ്ങനെ ചെയ്യണം? എനിക്കും ആ സാറിനും തമ്മിൽ എന്ത് വൈരാഗ്യമാണുള്ളത്? ഞാൻ ആദ്യമായിട്ടാണ് ഉദയൻ സാറിനെ കാണുന്നത് തന്നെ. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അതേടി, നീ കൂടുതൽ സംസാരിക്കേണ്ട. നീ വെറും ഒരു വേലക്കാരിയാണ്. നീ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. എന്നോടുള്ള ദേഷ്യമാണ് എൻ്റെ അച്ഛനോട് നീ തീർത്തത്. എനിക്ക് എന്തിനാണ് മേഡത്തിനോട് ദേഷ്യം? നിനക്ക് ദേഷ്യം ഞാൻ നിന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടാൽ പിന്നെ ആൻറ്റി എന്നെ സൂര്യയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അപ്പോൾ ആ ഒരു നീ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി തന്നെ അങ്ങ് ഞെട്ടിപ്പോട്ടോ. അപ്പോൾ നന്ദിനി പറയും, എന്താ മേഡം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരനെ തൊട്ട് ഞാൻ പറയുകയാണ്, ഞാനല്ല, എനിക്കിതൊന്നും അറിയില്ല. എനിക്ക് എന്തിനാണ് ഉദയൻ സാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കണം? ഇങ്ങനെ ഒരു കള്ളം നിങ്ങൾ ഒരിക്കലും പറയരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നന്ദിനിയും വിട്ടുകൊടുക്കാതെ സംസാരിക്കാൻ. അപ്പോൾ യതീന്ദ്രൻ ഹരിതയോട് പറയണ, മോളെ ഇങ്ങനെ ഒന്നും പറയരുത്. നന്ദിനിക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നന്ദിനിയെക്കുറിച്ച് ഹരിത ഒരിക്കലും അങ്ങനെ പറയരുത്. ഞങ്ങളെ വീട്ടിലെ മരുമകളാണ്, എൻ്റെ സൂര്യയുടെ ഭാര്യയാണ്. നീ എന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്നൊക്കെ ഹരിതയോട് പറയുമ്പോൾ ഹരിത ഒട്ടും വിട്ടുകൊടുക്കാതെ വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നന്ദിനി തന്നെയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മ അടക്കം എല്ലാവരും അത് വിശ്വസിക്കുകയാണ്. യതീന്ദ്രൻ ഹരിതയോട് കുറച്ച് ദേഷ്യത്തിൽ പറയുകയാണ് കേട്ടോ, ഇനി മേലിൽ നന്ദിനിയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. നന്ദിനി നീ കരുതുന്നത് പോലത്തെ ഒരു പെൺകുട്ടിയല്ല, എൻ്റെ സൂര്യയുടെ ഭാര്യയാണ്. ഇവളെക്കുറിച്ച് ഇങ്ങനെ ഒരിക്കലും പറയരുത്. ഞങ്ങളെ വീട്ടിലെ മരുമകളാണ് എന്ന് പറയുമ്പോൾ, എന്താ അങ്കിൾ ഈ പറയുന്നത്? അങ്കിൾ മാത്രമല്ലേ ഉള്ളൂ ആ വീട്ടിലെ മരുമകളാണെന്നും പറഞ്ഞ് നന്ദിനിയെ പൊക്കി പിടിച്ച് നടക്കുന്നത്. അല്ലാതെ ആൻറ്റി അടക്കം ആ വീട്ടിലെ മറ്റാരും തന്നെ നന്ദിനിയെ ആ വീട്ടിലെ ഒരു അംഗമായിട്ട് പോലും കണ്ടിട്ടില്ല. അവളെ വെറും വേലക്കാരിയായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. എന്നിട്ട് ഹരിത വീണ്ടും നന്ദിനി തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയട്ടെ. അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയണ, വായുണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യാത്ത കുറ്റം എൻ്റെ മേലിടാൻ വേണ്ടി നോക്കണ്ട, ഞാനത് സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഹരിതയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഹരിത പറയണേ, നീ സമ്മതിച്ചു തരില്ല എന്നോ? നീ എന്നെ എന്ത് ചെയ്യുമടി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിത നന്ദിനിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനിയുമായിട്ട് വഴക്കിടാനുള്ള പരിപാടിയാണ്. അപ്പോഴത്തേക്കും രഞ്ജിത്ത് തടയുകയാണ്. ഹരിത നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഹരിതയെ തടയാട്ട്. അപ്പോഴത്തേക്കും പത്മ പറയണേ, നീ എന്താടി ഇങ്ങനെ ധിക്കരിച്ച് സംസാരിക്കുന്നത്? തെറ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോൾ വീണ്ടും ന്യായീകരിക്കുന്നോ? എനിക്ക് വായ മൂടി മിണ്ടാതിരിക്കാൻ കഴിയില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെ കൈ ഓങ്ങുകയാണ് കേട്ടോ. പത്മ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ്. അപ്പോൾ യതീന്ദ്രൻ അങ്ങ് തടയുകയാണ്. എന്താ പത്മ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു കൈ ഓങ്ങുന്ന ആ ഒരു ഭാഗം കണ്ടുകൊണ്ടാണ് സൂര്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ പത്മ നന്ദിനിക്ക് നേരെ കൈ ഓങ്ങുന്നത് കണ്ടതോടുകൂടി സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, എന്താ നിങ്ങൾ നിർത്തിക്കളഞ്ഞത്? എന്താ നിങ്ങൾക്ക് നന്ദിനിയെ അടിക്കണോ? എന്നാ ഒന്ന് അടിച്ചു നോക്ക്, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സൂര്യ ഒച്ച എടുത്തുകൊണ്ട് സംസാരിക്കാണ്ട്. അപ്പോൾ യതീന്ദ്രൻ സൂര്യ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, എന്താ അച്ഛാ എൻ്റെ നന്ദിനിയെ, എൻ്റെ ഭാര്യ നന്ദിനിയെ ഒന്ന് അടിക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് എൻ്റെ ഭാര്യ നന്ദിനിയെ അടിക്കാൻ എന്ന് ചോദിച്ച് സൂര്യ ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ പത്മ പറയണേ, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട. ഇവള് കാരണം തന്നെയാണ് എൻ്റെ ഏട്ടനിപ്പോൾ വിഷം ഉള്ളിൽ ചെന്ന് ഐസിയുവിനകത്ത് കിടക്കുന്നത്. ഇവള് കാരണം തന്നെയല്ലേ? ഇവളങ്ങനെ പാവം നടിച്ചിട്ട് എൻ്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയിട്ട് ഇവൾ അഭിനയിക്കുന്നു. സൂര്യ പറയണേ, വായുണ്ട് എന്ന് കരുതിയിട്ട് എന്തും വിളിച്ചു പറയാമെന്ന് നിങ്ങൾക്ക് കരുതിയോ? നന്ദിനിയാണ് വിഷം കൊടുത്തത് എന്ന് നിങ്ങൾ ഇന്നുണ്ടല്ലോ. അതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചതാ. നിങ്ങളുടെ കയ്യിൽ തെളിവില്ലേ? വായുണ്ട് എന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്നുള്ളത് അങ്ങനെ വിചാരിക്കേണ്ട. നന്ദിനി എന്തിനാണ് അങ്കിളിനെ വിഷം കൊടുത്ത് കൊല്ലണം? നന്ദിനിക്കും അങ്കിളിനും എന്താ എന്ത്
എന്തെങ്കിലും പകയുണ്ടോ നന്ദിനി അങ്കിളിനെ വിഷം കൊടുത്ത് കൊല്ലാൻ? അപ്പോൾ ഹരിത പറയണ അത് തന്നെയാണ് സൂര്യ ഞാനും പറയുന്നത്. ഇത്രയും നേരം ഞാനും അത് തന്നെയാണ് പറഞ്ഞത്. അച്ഛനോട് ഇവൾക്ക് എന്തോ ഒരു പകയുണ്ട്, അതുകൊണ്ടാണ് അച്ഛന് ഇവൾ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. അപ്പോൾ ഹരിതയോട് സൂര്യ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് പകയാണാവോ ഉള്ളത്? നന്ദിനിക്ക് എന്താണ് പക? നീ ഓരോന്നോരോന്നായി ഇങ്ങ് പറ, ഞാൻ അതിനുള്ള മറുപടി നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോൾ ഹരിതയ്ക്ക് ഉത്തരം മുട്ടിപ്പോവാട്ടോ. എന്ത് പകയാണ് നന്ദിനിക്ക് അങ്കിളിനോട് ഉള്ളത്? എങ്കിൽ അതൊന്ന് നീ പറ എന്ന് പറഞ്ഞ് സൂര്യ ഹരിതയോട് ചോദിക്കുമ്പോൾ ഹരിതയ്ക്ക് ഉത്തരം മുട്ടി പോവാട്ടോ. അപ്പോൾ രഞ്ജിത്ത് പറയണം, സൂര്യ മതി സൂര്യ, നിർത്ത്, ഈ സമയത്ത് വഴക്കിടല്ലേ, അച്ഛൻ ഇപ്പോഴും ICUലാണ്, ഈ സമയത്ത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടല്ലേ. അപ്പോൾ സൂര്യ പറയണം, അത് തന്നെയാണ് ഞാൻ എൻ്റെ അനിയത്തിയോട് ചോദിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത നന്ദിനിയെ കുറ്റക്കാരിയാക്കാൻ ഇവൾക്ക് നല്ല ഉഷാറുണ്ടല്ലോ, ഇവളല്ലേ തുടങ്ങി വെച്ചത്, അല്ലാതെ ഞാനല്ലല്ലോ. ഹരിത പറയണ, അച്ഛനെ ഇങ്ങനെ ICUലാക്കാൻ കാരണക്കാരി ഇവളല്ലേ ഇത് ചെയ്തത്, അതുകൊണ്ടല്ലേ ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ രഞ്ജിത്ത് പറയണേ, നീ മിണ്ടി പോവരുത്, നീ കുറേ നേരമായല്ലോ ഇങ്ങനെ പറയുന്നത്. എന്ത് തെറ്റാണ് നന്ദിനി ചെയ്തു എന്നാണ് നീ പറയുന്നത്? അവരുടെ മുഖത്തേക്കൊന്ന് നോക്ക്, എന്തൊരു നിഷ്കളങ്കമായ മുഖമാണ് അവരുടേത്. അവരെ കണ്ടാൽ തന്നെ നിനക്ക് തോന്നുന്നുണ്ടോ വിഷം കൊടുക്കാൻ മാത്രം ക്രൂരമായ ഒരു സ്ത്രീയാണെന്നുള്ളത് നിനക്ക് തോന്നുന്നുണ്ട്? അവരുടെ മുഖത്ത് തന്നെയുണ്ട് അവരുടെ നിഷ്കളങ്കത. എന്നിട്ട് എന്തിനാണ് നീ വെറുതെ അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്? രഞ്ജിത്ത്, നമ്മുടെ അച്ഛൻ ജീവന് വേണ്ടി ICUവിനകത്ത് കിടക്കുകയാണ്. അപ്പോൾ എനിക്കതിൻ്റെ വിഷമം ഉണ്ടാവില്ലേ? നിന്റെ മാത്രം അച്ഛനല്ല ICUവിനകത്ത് കിടക്കുന്നത്, എൻ്റെയും അച്ഛനാണ്. എനിക്കുമുണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണുമ്പോൾ വിഷമമുള്ളത്. എന്ന് കരുതിയിട്ട് നീ ചെയ്യാത്ത കുറ്റം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നു. ഇത് ഇവരല്ല ചെയ്തത് എന്നുള്ളത് ഉറപ്പാണ്. നമ്മളെ കുടുംബം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തതാണ്. എന്നിട്ട് വെറുതെ അവരുടെ മേൽ പഴി ചേരാൻ വേണ്ടി നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൂര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ സൂര്യ പറയണം, അങ്ങനെ പറഞ്ഞു കൊടുക്ക് രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്ത് പറയുന്നുണ്ട്, നീ എന്താ ഒന്ന് ബുദ്ധിയില്ലാത്തവളെ പോലെ ഓരോന്ന് ചിന്തിച്ച് പറയുന്നത്? ഇവർക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് ലഭിക്കാനാണ്? ഇതിപ്പോൾ നമ്മളെ വീടിനെ തന്നെ നമ്മളെ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടി ആരോ പുറത്തു നിന്ന് ചെയ്തതാണെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. എന്നിട്ട് ഓരോന്ന് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഒരു പാവം പിടിച്ച സ്ത്രീയെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു എന്ന് പറഞ്ഞ് രഞ്ജിത്ത് ഹരിതയെ അങ്ങ് കുറ്റപ്പെടുത്താണ്ടോ. അതോടുകൂടി സൂര്യയ്ക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ രഞ്ജിത്ത് നല്ലവനാണെന്നുള്ളത് സൂര്യ ഒരു നിമിഷത്തേക്കൊന്ന് ചിന്തിച്ചു പോവാട്ടോ. രഞ്ജിത്ത് നല്ല മനുഷ്യനാണെന്ന് അങ്ങ് സൂര്യയ്ക്ക് തോന്നിപ്പോവുകയാണ്. അങ്ങനെ സൂര്യ പിന്നെ എണിച്ചു കൊണ്ടുവന്ന ആ മരുന്ന് രഞ്ജിത്തിനെ ഏൽപ്പിച്ച്, നമുക്കിനി ഇവിടെ നിൽക്കണ്ട, ഇങ്ങനെ ദുഷ്ട മനസ്സുള്ള ഇവരോടൊപ്പം നന്ദിനി ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞ് യതീന്ദ്രനോട്, അച്ഛാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് നന്ദിനിയെയും കൂട്ടി സൂര്യ പോവുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.